ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഇത് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യം പ്രവർത്തിച്ച മന്ത്രിസഭ തൊട്ട് നമ്മുടെ സംസ്ഥാനത്ത് തുറന്നു വരുന്ന ഒരു രീതിയാണ്. ആ ഒരു ജനകീയ മുഖം നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഴിമതിയുടെ നേരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ ഭാഗമായാൽ അതിനെ പൊറുപ്പിക്കാൻ സർക്കാരിന് കഴിയില്ല. അപ്പോൾ അഴിമതി നടത്തുന്നവർക്ക് ഒരു സംരക്ഷണവും ഉണ്ടാകില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. അനാവശ്യമായ കാലതാമസം, ഫയലുകൾ വെച്ച് കാലതാമസം വരുത്തുക, അതും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അനാവശ്യമായി കാലതാമസം വരുത്തുന്നവർ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പ്രവണതയും ആശാസ്യമായിട്ടുള്ളതല്ല. തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക തന്നെ വേണം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. ഓരോ തലത്തിലും തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അത് തലത്തിൽ തന്നെ തീരുമാനിച്ചു പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീരുമാനമെടുക്കാതെ ഒരു തലത്തിൽ തീരുമാനമെടുക്കേണ്ട കാര്യം അവിടെ തീരുമാനമെടുക്കാതെ ഫയൽ മുകളിലോട്ട് തട്ടിവിടുന്ന സമ്പ്രദായവും ആശാസ്യമായതല്ല. അതിനെ നിരുത്സാഹപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സർവീസിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾക്കോ മറ്റ് ദൗർബല്യങ്ങൾക്കോ ഉത്തരവാദി ജീവനക്കാരാണ് എന്ന അഭിപ്രായം സർക്കാരിനില്ല. നമ്മുടെ സംവിധാനത്തെ ആകെ ബാധിച്ചിട്ടുള്ള അലസതയുണ്ട്, ദുർമേധസ്സുണ്ട്. ഇതെല്ലാം ഒരു പരിധിവരെ ഇതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാനുവലുണ്ട്, ബിസിനസ് റൂളുണ്ട്, പിന്നെ നേരത്തെ മുതൽ നിലനിൽക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റ് ഭരണം നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവയിൽ അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ, നിബന്ധനകൾ യഥാർത്ഥ രൂപത്തിൽ നടപ്പിലാവുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ഭരണം പലപ്പോഴും മന്ദഗതിയിലാവുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് കൂടുതൽ സജീവമാകാൻ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ആവശ്യമാണ് എന്നത് പ്രത്യേകമായി തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ കൂടി ഇപ്പോൾ ഉണ്ടാകും എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓരോ തലത്തിലുമുള്ള ജോലികൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സ്റ്റാഫ് മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുക എന്നത് പ്രധാനമാണ്. കുടിശ്ശിക ജോലികൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം ഫലമായി വകുപ്പ് സെക്രട്ടറിമാർ ശ്രമിച്ചു എന്ന് വരും. അപ്പം അത്തരം ശ്രമങ്ങളുമായി സഹകരിക്കാനാണ് നിങ്ങളെല്ലാവരും തയ്യാറാകേണ്ടത്. ഇവിടെ ഓരോ വകുപ്പിലും സമയബന്ധിതമായി കാര്യങ്ങൾ തീർക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിലാകെ കൃത്യമായ മേൽനോട്ടം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതകൾ, അതിൻ്റെ സാധ്യതകൾ വലിയ തോതിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ സിവിൽ സർവീസ് ആ തരത്തിൽ ആധുനീകരിക്കുന്നതിന് സർക്കാർ നല്ല പ്രാധാന്യം തന്നെ നൽകും. ഈ ഗവേണൻസും ഈ ഫയലിങ്ങും അത്തരം കാര്യങ്ങളിലുള്ള പോരായ്മകൾ പരിഹരിച്ച് കുറ്റമറ്റതാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. കാലഹരണപ്പെട്ട ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അവയെല്ലാം കാലോചിതമായി പരിഷ്കരിക്കാനുള്ള ശ്രമമുണ്ടാകും. നമ്മുടെ ഓഫീസുകളിൽ ചില ഓഫീസുകൾ ലഘുവായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസുകളായിരിക്കും.
അത്തരം ഓഫീസുകളിൽ ആദ്യപടി എന്ന നിലക്ക് കടലാസുകൾ ഒഴിവാക്കി ഈ ഫയലിങ്ങിലൂടെ നടപടികൾ നീക്കാനുള്ള ശ്രമം ആരംഭിക്കാവുന്നതാണ്. എന്നാൽ ചിലർക്കുള്ള ആശങ്ക ബൃഹത്തായ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ അത് സാധിക്കുമെന്നുള്ളതാണ്. അത് നമുക്ക് പരിശോധിച്ചാൽ അതിനും ബദൽ മാർഗങ്ങൾ തേടാൻ കഴിയും. അത് സാധ്യമല്ലാത്ത ഒന്നായിരിക്കില്ല ഇന്നത്തെ കാലത്ത്. ഏതായാലും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് നമുക്ക് നീങ്ങേണ്ടതായിട്ട് വരും. ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പ് നൽകുകയാണ്: ജീവനക്കാരോട് ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ജീവനക്കാരോടുള്ള സമീപനത്തിൽ രാഷ്ട്രീയവും ഉണ്ടാവില്ല. സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജീവനക്കാരെ ഡിസ്മിസ് ചെയ്ത ചരിത്രം കേരളത്തിലുണ്ട്. ആ സമീപനമൊന്നും ഈ സർക്കാർ സ്വീകരിക്കുകയില്ല. എന്നാൽ ഫയൽ താമസിപ്പിക്കുന്നവർ അകാരണമായ കാലതാമസത്തിലൂടെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണം. അത്തരം കാര്യങ്ങൾ സർക്കാർ സഹിക്കുന്നതായിരിക്കില്ല. അവിടെ മാത്രമാണ് തെറ്റായ നിലപാടുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സെക്രട്ടേറിയറ്റിലെ സന്ദർശന സമയമാണ്. ആ സന്ദർശന സമയത്ത് ബഹുജനങ്ങൾക്ക് സന്ദർശന സമയം നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഔദ്യോഗിക ചർച്ചകൾ, മീറ്റിങ്ങുകൾ അത് പരമാവധി ഒഴിവാക്കാനും അവർക്ക് വന്ന് പരാതികൾ പറയാനുള്ള അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള അവസരം കൃത്യമായി നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്കാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗിക ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ എപ്പോഴും സർക്കാർ സന്നദ്ധമായിരിക്കും എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയൊരു കാലയളവിൽ തന്നെ ഈ ഓഫീസിൻ്റെ വിന്യാസം സെക്രട്ടേറിയറ്റിൽ ചില വകുപ്പുകൾ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജീവനക്കാർ നല്ല രീതിയിൽ അതുമായി സഹകരിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ജീവനക്കാരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അടുത്തൊരു നിശ്ചിത കാലം വെച്ചുകൊണ്ട് 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് പല ഓഫീസുകളും മാറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ ഓരോ അപേക്ഷയുടെയും സ്ഥിതി, അപ്പോഴുള്ള സ്ഥിതി അപേക്ഷകൻ്റെ ഫോണിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെയാണ് സുതാര്യ കേരളം എന്നത് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ നമുക്ക് കഴിയുക. അപ്പോൾ സമയപരിധിക്കുള്ളിൽ സേവനം ലഭ്യമാക്കുക, ഇക്കാര്യത്തിൽ IT സംവിധാനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം. നിങ്ങളെല്ലാവരുടെയും സഹകരണം ആ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ സുഗമമായ നടത്തിപ്പിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ കൂടി നേതൃത്വം നൽകിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഫയലുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനം ആകണം, സെക്രട്ടേറിയറ്റിലെ ഇടനിലക്കാരെ നിലയ്ക്ക് നിർത്തുന്ന അടക്കം
ഉള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.